മെയിൻ്റെനൻസിലെ വിളിച്ചിരുന്നു. ഞങ്ങളേ പറയും അല്ലേ അങ്കമാലി നഗരസഭയിലെ LDF 13 കൗൺസിലർമാരും പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഒന്ന് ഉപരോധിക്കാൻ വന്നേക്കാണ് ഓഫീസ്. പോലീസും സന്നാഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ കാര്യം വെച്ചാലേ സാറേ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാലേ, നമ്മുടെ അങ്കമാലി MC റോഡില് അങ്കമാലി മുതൽ വേങ്ങൂര് വരെയുള്ള ഭാഗം നമ്മുടെ ഈ പ്രദേശം മൊത്തം വലിയ കുഴികളാണ്. സാധാരണ കുഴികൾ രൂപപ്പെടാറുണ്ട്, പക്ഷെ ഈ കുഴി അങ്ങനത്തെ കുഴിയല്ല. മറ്റൂർ കരിയാട് റോഡ് സാറൊന്നും ശ്രദ്ധയിൽപ്പെടുത്തിയേക്കത്. ആ റോഡും വലിയ പ്രശ്നമാണ്. ചെത്തിക്കൂട് NSSന്റെ ഭാഗത്തൊക്കെ വലിയ കുഴികളാണ്. വേങ്ങൂര് എയർപോർട്ട് റോഡ് അല്ല ഓഫീസറെ, ഞാൻ ഓഫീസർ പറഞ്ഞേക്ക്. ഞങ്ങൾ പിന്നെ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ MC റോഡില് അങ്കമാലി LF ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വലിയ കുഴികളാണ്. അപ്പൊ അതെന്താ ഞങ്ങൾ ഇന്നലെ മിനിയാന്നൊക്കെ പ്ലാൻ ഓപ്പറേറ്റ് ചെയ്താൽ തോന്നുന്നു രക്ഷയില്ലാത്ത സംഭവമാണ്. പ്ലാൻ ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് മിക്സ് ഇട്ട് റെഡിയാക്കി തരും. ഒരു ദിവസം എവിടെ ഗ്യാപ്പ് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഇതിങ്ങനെ വന്നാലേ സാറേ, അല്ലാതെ ആള് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്ക് വലിയ കുഴിയാണ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? എന്നോടൊരു ലോക്കൽ സജഷൻ പറ. അല്ല, ബിറ്റുമിൻ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം മഴ അത്രയൊക്കെ നിന്നിട്ട് ഒരു ഗ്യാപ്പ് പോലും കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ റെഡിയാണ്, സാധനം റെഡിയാണ്, കോൺട്രാക്ടർ ഉണ്ടാകുന്ന സംഭവം റെഡിയാണ്. ഓഫീസറെ ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തപ്പോ നല്ല വെയിലുണ്ടായിരുന്നു. അത് ഒരു മഴ പെയ്തിപ്പിക്കുമ്പോ ഇന്നിപ്പോ അതേപോലെ തന്നെ വീണ്ടും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതേപോലെ ചെയ്തിരുന്നവര് ഇന്നാള് വെയിലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട ഓഫീസൊക്കെ പറഞ്ഞതാണ് ചെയ്തത്. ചെയ്ത് പിറ്റേ ദിവസം മഴ പെയ്തപ്പോ 2 ദിവസം നിന്നു, അവസാനം പോയി. അപ്പൊ ആ വർക്കിൽ ക്വാളിറ്റി ഇല്ലാത്തതാണ് ഈ സാധനങ്ങൾ പോണത്. അങ്കമാലി LF ജംഗ്ഷനിൽ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളത് ടൈൽസിലേക്ക് മാറ്റാനുള്ള തീരുമാനം. ആ വണ്ടി തിരിയുന്ന ആ ഒരു പോർഷൻ ഇല്ലേ, നമ്മള് ക്യാമ്പ് ഷെഡിലൊക്കെ തിരിയുന്ന അവിടെ മൊത്തത്തിൽ നിൽക്കാത്ത പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഈയോട് റിക്വസ്റ്റ് ചെയ്ത് പെർമിഷൻ വാങ്ങിയത് കട്ട് ചെയ്തിട്ട് അവിടെ ടൈൽസ് ഇടാം. കാരണം അവിടെ വണ്ടി തിരിയണതിന്റെ പ്രശ്നത്തിന്റെ അവിടെയാണ് നടക്കുന്നത്. അവിടെ മാത്രമല്ല, ആ ഭാഗത്താണ് വണ്ടി ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിച്ചത്. നമ്മൾ സിഗ്നൽ ജംഗ്ഷൻ ഉണ്ടല്ലോ, അങ്കമാലി നമ്മള് തൃശ്ശൂർ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് തിരിയൂലോ, അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് വന്നിട്ട് നമ്മൾ റൈറ്റ് തിരിയൂലോ, അങ്ങോട്ട് എംസിറോളിലേക്ക് തിരിയൂലോ, ആലുവന്ന് വന്നിട്ട് സിഗ്നൽ ജംഗ്ഷനിൽ റൈറ്റ് തിരിയൂലോ. ആ റൈറ്റ് തിരിയുമ്പോ തന്നെ വലിയ കുഴികളാണ്. അവിടെയുണ്ട്, LFന്റെ അവിടെയുണ്ട്, വേങ്ങൂര് നായത്തോട് കവലിക്കുണ്ട്, വേങ്ങൂരുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ കുഴികളാണ്. ഓക്കെ, ഇത് ഞാൻ ശ്രദ്ധയപ്പെടുന്നത്. ഞാനിതിപ്പോ അവിടുത്തെ അങ്കമാലിക്കാരത്തിന് ഒരു കോൺട്രാക്ടർ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു ഇന്ന് രാത്രി മഴ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ആളുകൾ മരണപ്പെടുന്നവരും ഉറപ്പ്. ഞാൻ ഒരുപക്ഷെ നമ്മളൊക്കെ മരണപ്പെടാൻ പോണത്. ഭീകരമായിട്ടുള്ള കുഴികളാണ്. ഈ ആള് ജനപ്രതിനിധിയായിട്ട് ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾക്ക് മറുപടി പറയാമല്ലോ. ഒന്ന് അടിയന്തര പ്രാധാന്യം കൊടുത്ത സാധനം വിഷയം പരിഹരിക്കണം. ഈ മറ്റൊരു കരിയാട് റോഡും വേങ്ങൂർ എയർപോർട്ട് റോഡും ഓഫീസർ അവരെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഞങ്ങൾ ഇനി ഇവിടെ ഇരിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല ഞാൻ എന്റെ പറഞ്ഞത് നമ്മളിത് എല്ലാ സെറ്റപ്പും ഉണ്ടാണ്. ഈ പ്ലാന്റ് ഓപ്പറേറ്റ് പ്ലാന്റൊക്കെ വേങ്ങൂര് ഇരിക്കണ്ട. അപ്പൊ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് 2 ദിവസത്തെ പ്രശ്നം അറിയാലോ, അതുകൊണ്ടാണ് സംഭവിച്ചത്. അങ്കമാലി ജംഗ്ഷൻ മുതൽ വേങ്ങൂർ ഭാഗം വരെയുള്ള കുഴികൾ നമ്മളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വീട്ടിൽ തിരിച്ചു പോരുന്നു, തിരിച്ചെത്തുന്ന യാതൊരു ഉറപ്പുമില്ലാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഭീമാകാരമായിട്ടുള്ള കുഴികളാണ് ഓരോ ദിവസവും ഓരോ നിമിഷം ചെല്ലുന്തോറും രൂപപ്പെട്ടു വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുഴി കാണുമ്പോൾ പെട്ടെന്ന് വെട്ടിക്കുകയും റോഡിൽ വീണ് അപകടം സംഭവിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ച് വെള്ളമുള്ള സമയത്ത് റോഡിന്റെ കുഴിയുടെ ആഴം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ദിനം പ്രതി എന്നോണം നിമിഷ നേരങ്ങൾ കൊണ്ട് നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടി ഹോസ്പിറ്റലിലുള്ളത്. മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അങ്കമാലി LF ആശുപത്രിയുടെ മുൻവശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. ഈ വിഷയം ബന്ധപ്പെട്ട പൊതുമരാമത്ത് അധികാരികളെ 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. അവർ വന്ന് നോക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഈ കൗൺസില് അധികാരത്തിലേറ്റ സമയത്ത് ഇവിടെ LDFന്റെ ഗവൺമെന്റ് ആയിരുന്നു. ഞങ്ങൾ ഗവൺമെന്റ് ആരും നോക്കാതെയാണ് ആ സമയത്ത് തന്നെ ഇവിടെ ആ റോഡിന്റെ ചില പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് ഉപരോധിച്ചു. വീണ്ടും ഈ വിഷയം മഴക്കാലമായതോടുകൂടി ഗൗരവം വരികയും
ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാരെല്ലാം ഈ വിഷയം ഉന്നയിച്ചതാണ്. പക്ഷെ യാതൊരു തരത്തിലുള്ള പ്രതികരണമില്ല എന്ന് മാത്രമല്ല, ഓഫീസിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോലും ഇല്ല. ഈ ഓഫീസ് വെറുതെ തുറന്നിടുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അങ്കമാലിയിൽ നിരവധി ആളുകൾ, ഇതിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി ആളുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ജീവന് പോലും സുരക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ റോഡ് മാത്രമല്ല, മറ്റൂർ കരിയാട് റോഡിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് ജനപ്രതിനിധികൾ റോഡ് ഒരു സമരം നടത്തുകയുണ്ടായി. മറ്റൂർ മുതൽ കരിയാട് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ കുഴിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ ഒരു വശം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ റോഡിനെല്ലാം AMC കൊടുത്തിട്ടുള്ളതാണ്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ഉള്ളതാണ്. റോഡിൽ കുഴി വന്നു കഴിഞ്ഞാൽ ആ കുഴി അപ്പം തന്നെ അടച്ചോളണം. അതിന് കരാർ കൊടുത്തിട്ടുള്ള കരാർ ഏറ്റെടുത്തുള്ള കരാറുകാർ ഇവിടെ ഉണ്ട്. അവർ ഈ പണി ചെയ്യണം. അത് എന്തുകൊണ്ട് അവർ ആ പണി ചെയ്യുന്നില്ല? ഇവർക്ക് ആരെയും പേടിയില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന അവസ്ഥയാണ്. മുഖ്യമന്ത്രി VD സതീശനാണെങ്കിൽ ഈ കുഴിയൊന്നും പ്രശ്നമല്ല, കാരണം അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളാണ് ഇതിന്റെ എല്ലാം ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥ നിലവിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ആദ്യപടി എന്നുള്ള നിലയിൽ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാം അങ്കമാലി നഗരസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി